തിരുവനന്തപുരം മേയർ വി രാജേഷ് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു. 8 ദിവസത്തെ പഠനയാത്രയാണ്. നഗരഭരണം പഠിക്കാനും പുതിയ പദ്ധതികൾ തയ്യാറാക്കാനുമാണ് ഈ യാത്രയെന്നാണ് വിശദീകരണം. ഇതാദ്യമായിട്ടൊന്നുമല്ല കേരളത്തിലെ ഒരു മേയർ വിദേശത്തേക്ക് പോകുന്നത്. കൊച്ചിയുടെ മുൻ മേയറായിട്ടുള്ള മേയർ ടോണി ചമ്മണി അദ്ദേഹത്തിൻ്റെ കാലത്തും നിരവധി വിദേശയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്. റഷ്യ, ജർമ്മനി, ദക്ഷിണ കൊറിയ, സ്വിറ്റ്സർലൻഡ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ഇറ്റലി, ലണ്ടൻ, ദുബായ് അങ്ങനെ പല രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. കൂടാതെ വത്തിക്കാനിൽ നടന്ന ആഗോള മേയർമാരുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അന്നും വിമർശനങ്ങളുണ്ടായിരുന്നു, അന്നും വിശദീകരണങ്ങളുണ്ടായിരുന്നു. ചില യാത്രയുടെ ചെലവ് ആതിഥേയ സ്ഥാപനങ്ങളാണ് വഹിച്ചതെന്ന് അന്നും പറഞ്ഞിരുന്നു. അതുപോലെ മുൻ കൊച്ചി മേയർ സൗബിനി ജെയിൻ ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുമായി നിരവധി കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ഫണ്ടുകൾ കേരളത്തിലേക്ക് വരാൻ അത് സഹായിച്ചെങ്കിലും പല പദ്ധതികളും ഫയലുകളിൽ ഒതുങ്ങിപ്പോയി. വിദേശത്തെ മാലിന്യ പ്ലാന്റുകൾ കണ്ട് പഠിച്ചിട്ടും ബ്രഹ്മപുരം പോലെയുള്ള പ്രതിസന്ധികൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. അതേ ചോദ്യം തന്നെയാണ് ഇന്ന് വർഷങ്ങൾക്കിപ്പുറം പൊതുജനത്തിന് ചോദിക്കാനുള്ള ചോദ്യവും. ആ യാത്രകളുടെ അല്ലെങ്കിൽ ആ കരാറുകളുടെ അല്ലെങ്കിൽ ആ പദ്ധതികളുടെ നേരിട്ടുള്ള ഫലമായി കൊച്ചി എത്രത്തോളം മാറി? ഏതെങ്കിലും ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ഭരണപരിഷ്കാരം, അതും പോട്ടെ ഒരു മാലിന്യ സംസ്കരണ മാതൃക, ഇത് വിദേശയാത്രയുടെ ഫലമാണ് എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി പറയാൻ കഴിയുന്ന എത്ര കാര്യങ്ങളുണ്ട് കൊച്ചിയിൽ? വളരെ കുറവാണ്. അതിൻ്റെ അർത്ഥം ആ യാത്രകൾ വെറുതെ ആയിരുന്നു എന്നല്ല, പക്ഷെ അവയുടെ ഫലം ജനങ്ങൾക്ക് വ്യക്തമായി കാണപ്പെട്ടില്ല, ബോധ്യപ്പെട്ടില്ല. വിദേശത്ത് വെച്ച് പല രാജ്യങ്ങളുമായും വലിയ വികസന കരാറുകളും സഹോദര നഗര ബന്ധങ്ങളുമൊക്കെ ഒപ്പുവെക്കാറുണ്ടെങ്കിലും യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയതിനു ശേഷം അവ പ്രായോഗികമായി നടപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ ഭരണതലത്തിലോ കാലതാമസം നേരിടാറുണ്ട്. പല മേയർമാരും യൂറോപ്പിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും ഒക്കെ അതിനൂതന മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നേരിട്ട് കണ്ട് പഠിച്ചതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിലെ നഗരങ്ങളിലെ മാലിന്യ പ്രതിസന്ധിക്ക് ഇപ്പോഴും ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു വിമർശനമാണ്. എന്നാൽ വിദേശ സന്ദർശനങ്ങളുടെ ഫലമായി കൊച്ചി പോലെയുള്ള നഗരങ്ങൾക്ക് ജർമ്മനിയിലെയും അതുപോലെ തന്നെ ഫ്രഞ്ച് ഡെവലപ്മെന്റ് ഏജൻസി പോലെയുള്ള ഏജൻസികളിൽ നിന്നൊക്കെ നഗര ഗതാഗത പരിഷ്കരണത്തിനും പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്കുമൊക്കെ സാങ്കേതിക സഹായവും സാമ്പത്തിക പിന്തുണയും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്മാർട്ട് സിറ്റി മാതൃകകൾ പഠിച്ചതിലൂടെയാണ് കൊച്ചിയിലെ വാട്ടർ മെട്രോ, റോ സർവീസുകൾ എന്നിവയുടെ ആസൂത്രണത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ആശയങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിലെ മികച്ച പ്രവർത്തനങ്ങളുടെയും അന്താരാഷ്ട്ര വിനിമയങ്ങളുടെയും ഒക്കെ ഫലമായി കൊച്ചി നഗരസഭയ്ക്ക് ലോകാരോഗ്യ സംഘടനയുടെ പ്രായപൂർത്തിയായവർക്ക് അനുകൂലമായ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിച്ചത്. എന്നാൽ വിദേശയാത്രകളുടെ ആഘോഷങ്ങളിൽ കാണിക്കുന്ന ആവേശമൊന്നും അല്ലെങ്കിൽ ആ പ്രയോജനമൊന്നും ഈ പദ്ധതികൾ കൊണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്നില്ല. അതിനാൽ വി രാജേഷിൻ്റെയും യാത്രയെ നമുക്ക് അതേ മാനദണ്ഡത്തിൽ തന്നെ വിലയിരുത്താം. യാത്ര കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ എന്താണ് മാറിയത് എന്ന് പറഞ്ഞ് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. മാലിന്യ സംസ്കരണം മെച്ചപ്പെട്ടോ, അല്ലെങ്കിൽ ഡിജിറ്റൽ സേവനങ്ങൾ വർദ്ധിച്ചോ, ഗതാഗത നിയന്ത്രണത്തിൽ പുരോഗതി ഉണ്ടായോ, പുതിയ നഗരാസൂത്രണ പദ്ധതികൾ വന്നോ? അതാണ് നഗരസഭ നേരിടാൻ പോകുന്ന യഥാർത്ഥ പരീക്ഷ. രാജേഷ് കൊണ്ടുവരുന്ന ആശയങ്ങൾ തിരുവനന്തപുരത്ത് എത്രത്തോളം പ്രായോഗികമാകും എന്നതായിരിക്കും മേയർ നേരിടാൻ പോകുന്ന യഥാർത്ഥ ചോദ്യം. അതിന് ശരിയായ ഉത്തരവുണ്ടാകണം. ഇതിനിടയിൽ ഒരു കൂട്ടർ പറയുന്നുണ്ട് ഇതൊരു അനാവശ്യ യാത്രയാണ്, മറ്റൊരു കൂട്ടർ പറയുന്നു ലോകത്തിലെ മികച്ച നഗര ഭരണ മാതൃകകൾ പഠിക്കാൻ പോകുന്നതിൽ എന്താണ് തെറ്റെന്ന്. ഈ 2 വാദങ്ങൾക്കുമിടയിൽ നമുക്ക് വികാരമല്ല വേണ്ടത്, വസ്തുതയാണ് പരിശോധിക്കേണ്ടത്. ഈ യാത്രയുടെ ചെലവ് സർക്കാർ ഖജനാവിൽ നിന്നോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നികുതി പണത്തിൽ നിന്നോ അല്ലെന്നാണ് മേയർ തന്നെ ഉറപ്പിച്ച് പറയുന്നത്. ക്ഷണിച്ച സ്ഥാപനങ്ങളാണ് ചെലവ് വഹിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ആ വിശദീകരണം ശരിയാണെങ്കിൽ നികുതിപ്പണം ധൂർത്തടിക്കുന്നു എന്ന ആരോപണം ഉണ്ടാകില്ല. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ജനപ്രതിനിധികൾ വിദേശത്ത് സുഖവാസത്തിന് പോകുന്നു എന്ന സ്ഥിരം ആക്ഷേപങ്ങൾ ഉണ്ടാവില്ല. ആരോപണം ഉന്നയിച്ചാലും അതിന് വ്യക്തമായ തെളിവ് കൊടുക്കേണ്ടി വരും. പക്ഷേ അതോടെ എല്ലാ ചോദ്യങ്ങളും അവസാനിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു സ്വകാര്യ വ്യക്തിയായിട്ടല്ല യാത്ര പോകുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ എന്ന ഔദ്യോഗിക പദവിയിലാണ് അദ്ദേഹം. അത് മേയർ ഓർക്കുന്നത് നല്ലതാണ്. പണ്ട് മുഖ്യമന്ത്രി സകുടുംബം വിദേശയാത്ര നടത്തിയതും വിമർശിക്കപ്പെട്ടതും അതുകൊണ്ടാണ്. അതിനാൽ ജനങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ഈ യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്തിന് എന്താണ് ലഭിക്കുക? അതായിരിക്കണം യഥാർത്ഥ ചോദ്യം. അടിയന്തര പ്രമേയങ്ങളും കൗൺസിൽ തർക്കങ്ങളും ഒക്കെ കൊണ്ട് എപ്പോഴും പുകയുന്ന തിരുവനന്തപുരം കോർപ്പറേഷന് ഈ അമേരിക്കൻ യാത്ര കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? നമുക്ക് കാത്തിരുന്നത് കാണാം. ടെക്സസിലെ മിസോറി സിറ്റിയുമായി തിരുവനന്തപുരത്തെ ബന്ധിപ്പിക്കുന്ന സിസ്റ്റർ സിറ്റി പദ്ധതിയാണ് ഇതിലേറ്റവും പ്രധാനം.
തിരുവനന്തപുരം നഗരം നേരിടുന്ന ഏറ്റവും വലിയ തലവേദനകളായിട്ടുള്ള മാലിന്യ സംസ്കരണം, തെരുവ് നായ നിയന്ത്രണം എന്നിവയ്ക്ക് അമേരിക്കയിലെ ശാസ്ത്രീയ മാതൃകകൾ നടപ്പാക്കാൻ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഡിജിറ്റൽ സേവനങ്ങൾക്കായി IT മേഖലയിലെ ഒരു സംയുക്ത സംരംഭങ്ങളും തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിൻ്റെ ഭാഗമായി ലക്ഷ്യമിടുന്നു. ഇനി VV രാജേഷിനെ കുറിച്ച് ഒരു കാര്യം പറയാം. രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതിസന്ധികൾ നേരിടുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ മടിക്കുന്ന ഒരാളല്ല. രാഷ്ട്രീയമായി സ്വന്തം നിലപാട് അവതരിപ്പിക്കാനുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സമീപകാലത്ത് നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം പൊതു ചർച്ചകളിൽ നിന്നൊന്നും മാറി നിന്നിട്ടില്ല. അത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കഴിവാണ്. പക്ഷേ രാഷ്ട്രീയ മികവും ഭരണ മികവും അത് രണ്ടും രണ്ടാണ്. ഒരു നല്ല രാഷ്ട്രീയക്കാരനായിരിക്കാം, പക്ഷേ ഒരു നല്ല ഭരണാധികാരിയാണോ എന്ന് തീരുമാനിക്കുന്നത് പ്രസംഗങ്ങളല്ല, പ്രവർത്തനങ്ങളാണ്, അതിൻ്റെ ഫലങ്ങളാണ്. ഇനിയുള്ള മേയറുടെ കാലം പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിന് നല്ല റിസൾട്ടും ഉണ്ടായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ BJP മേയറായ VV രാജേഷിൻ്റെ ഭരണശൈലിയെക്കുറിച്ചും നഗരത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണുള്ളത്. കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും കാസ്റ്റിംഗ് വോട്ടിലൂടെ നിർണായക തീരുമാനങ്ങൾ പാസ്സാക്കാൻ അദ്ദേഹം കാണിക്കുന്ന രാഷ്ട്രീയ മിടുക്ക് അത് പ്രശംസനീയമാണ്. അതുപോലെ തന്നെ മേയർ കെയർ പോലെയുള്ള പദ്ധതികൾ ഇപ്പോൾ തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. എന്നാൽ കൗൺസിലിലെ നിരന്തരമായ രാഷ്ട്രീയ സംഘർഷങ്ങളും സുഗതൻ വിവാദങ്ങളും ആറ്റുകാൽ പൊങ്കാലയും കുടിവെള്ള വിതരണവും മാലിന്യ പ്രശ്നങ്ങളും ചാല ഓപ്പറേഷനും എല്ലാം വിവാദങ്ങളായി അല്ലെങ്കിൽ വിമർശനങ്ങളായി ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വിമർശനമായി മാത്രം ഈ അമേരിക്കൻ സന്ദർശനവും ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ ശ്രദ്ധിക്കാൻ മേയർക്ക് കഴിയണം. ഈ യാത്ര കൊണ്ട് തിരുവനന്തപുരത്തിന് എന്താണ് ലഭിച്ചതെന്ന് ചോദിക്കുകയും അതിന് ശരിയായ ഉത്തരം നൽകാൻ കഴിയുകയും വേണം. അതാണ് ജനാധിപത്യം. അതാണ് ഉത്തരവാദിത്വമുള്ള ഒരു പൊതു ചർച്ച. വിദേശയാത്ര ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നല്ല പ്രധാനപ്പെട്ട ഒരു ചോദ്യം. യാത്ര കഴിഞ്ഞ് നമ്മുടെ നഗരം ഒരു പടി മുന്നോട്ട് പോയോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് VV രാജേഷിൻ്റെ ഈ സന്ദർശനത്തിൻ്റെ യഥാർത്ഥ വില നിശ്ചയിക്കുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും വിദേശത്ത് പോയാൽ രണ്ട് പ്രതികരണങ്ങളിൽ ഒന്നാണ് ആദ്യമുണ്ടാകുന്നത്. ഒന്നുകിൽ എന്തിന് പോയി എന്ന് ചോദിക്കും, അല്ലെങ്കിൽ വളരെ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും എന്ന് നമ്മൾ മുൻകൂട്ടി വിശ്വസിക്കും. എന്നാൽ ജനാധിപത്യത്തിൽ ഈ രണ്ട് നിലപാടുകളും ശരിയല്ല. വിദേശയാത്രയെ എതിർക്കേണ്ട കാര്യമില്ല, അതുപോലെ യാത്രയെ ആഘോഷിക്കേണ്ട കാര്യവുമല്ല യാത്ര. യാത്ര കഴിഞ്ഞ് കണക്ക് ചോദിച്ചാൽ മതി. ഒരു റിപ്പോർട്ടുണ്ടോ? എന്താണ് പഠിച്ചത്? അതിൽ എത്ര കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടപ്പാക്കി? അതാണ് ജനങ്ങൾക്കറിയേണ്ടത്. കാരണം നഗരങ്ങൾ മാറുന്നത് വിമാന ടിക്കറ്റ് കൊണ്ടല്ല, തീരുമാനങ്ങൾ കൊണ്ടാണ്. നഗരങ്ങൾ വികസിക്കുന്നത് വിദേശയാത്രകൾ കൊണ്ടല്ല, ആ യാത്രകളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ സ്വന്തം നാട്ടിൽ നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാജേഷിനെ അഭിനന്ദിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നതിന് പകരം ഈ യാത്രയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കാരണം അവസാന ചരിത്രം ഓർക്കുന്നത് ആരൊക്കെ വിദേശത്ത് പോയി എന്നല്ല, ആർക്കൊക്കെയാണ് സ്വന്തം നഗരത്തെ മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയ പ്രതിസന്ധികളെ ദൃഢതയോടെ നേരിടുന്ന VV രാജേഷിന് ഈ വിദേശയാത്രയിലൂടെ ലഭിക്കുന്ന വികസന മാതൃകകൾ തിരുവനന്തപുരത്ത് കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത് തലസ്ഥാന നഗരിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടമായിരിക്കും. അതാകും നാളെ ചരിത്രമാകുന്നത്.